ഹലോ ഗൈസ് ആൻഡ് കോമിക് കേരള. ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു മാർവൽ അപ്ഡേറ്റ് ആയിട്ടാണ്. സോ ഗൈസ്, എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ ലോക്കി TV സീരീസിൻ്റെ ഒരു സെറ്റ് പിക്ക് ലീക്കായിട്ടുണ്ട്. സെറ്റ് വീഡിയോ എന്നാണെങ്കിൽ പറയാം. മാത്രമല്ല കുറച്ച് മാർവൽ അപ്ഡേറ്റ്സും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യണം. സോ ഗൈസ്, നമുക്കധികം വൈകാതെ ഇപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു അവസാനം കൊണ്ട് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ ജൂലൈ മാസം 7-ാം തീയതി നമ്മുടെ ഇന്ത്യൻ തിയേറ്റേഴ്സിൽ വരാൻ പോവുകയാണ്. സോ ഗൈസ്, എന്തായാലും ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുണ്ടോ ഇല്ലെന്ന്. എന്തായാലും നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടറിൻ്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അപ്ഡേറ്റിലോട്ട് പോവാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ വെയർവുൾഫ് നൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഗോ ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ അപ്ഡേറ്റിലോട്ട് പോവാം. ഇപ്പോൾ കേൾക്കുന്ന ഒരു കറണ്ട് റൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയർ ഡെവിൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോസ്റ്റ്യൂമിൽ നമ്മുടെ എക്കോ TV സീരീസിൽ അപ്പിയറൻസ് നടത്തുന്നത് റൂമറാണ്. സോ ഗൈസ്, ഒരിക്കലും കൺഫേംഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, റൂമറാണ്. അടുത്തായി നമ്മുടെ അയൺ ഹാർട്ടിൻ്റെ ഒരു ലീക്ക്ഡ് കോൺസെപ്റ്റ് ആർട്ട് ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. സോ ഗൈസ്, ക്ലിയർ അല്ല, റൂമേർഡ് ഒരു കോൺസെപ്റ്റ് ആർട്ടാണ്. ഇതെനിക്ക് കാണാപ്പോൾ എനിക്ക് തോന്നുന്നത് കോമിക്സിലുള്ള അയൺമാൻ്റെ മാർക്ക് മോഡൽ 51ൻ്റെ ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് മൂവി കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കും ആ ഡിസൈൻ രീതിയിലാണ് റെയ്ലി വില്യംസ് മൂവിയിലോട്ട് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും എൻ്റെ ഒരു നിഗമനമാണ്, ഉറപ്പല്ല. സോ ഗൈസ്, നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോവാം. നമ്മുടെ ലോക്കിയുടെ സെറ്റ് വീഡിയോസ്. എന്തായാലും ഫസ്റ്റ് സീസണെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് സീസണിൽ ഒരുപാട് ബഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് റൂമേഴ്സ് വെച്ച് ഒരുപാട് ക്യാമിയോസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. മെയിനായിട്ട് തോറിൻ്റെ ഒരു വേർഷൻ കാണാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെറ്റ് വീഡിയോസ് ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അവിടെ വെച്ചുള്ള ചില സ്പൈറ്റ് പിക്സിൽ നമ്മുടെ കിങ്കോയുടെ ഒരു സിനിമാസ് എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റർ കാണുന്നുണ്ട്. സോ ഗൈസ്, അങ്ങനെയാണെങ്കിൽ കിങ്കോയുടെ സിനിമ ആ ലണ്ടനിൽ സ്ട്രീം ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ലോക്കിയുടെ വേഷവും ആ ഒരു കാറിൻ്റെയൊക്കെ സീൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു 1970s അവിടെയൊക്കെ ആയിരിക്കും ലോക്കി പോകുന്നത് ലണ്ടനിൽ. കൂടെ നമ്മുടെ മോബിയസും ഉണ്ട്. അടുത്തൊരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേനിയക് എന്നൊരു ക്യാരക്ടറിൻ്റെ അവിടെ പോസ്റ്റർ കാണിക്കുന്നുണ്ട്. സോ ഗൈസ്, സേനിയക് എന്നൊരു ക്യാരക്ടർ മാർവൽസിലുണ്ട് കോമിക്സിൽ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് സ്പിരിറ്റ് അല്ല, ഒരു ഈവിൾ സ്പിരിറ്റാണ്. ഓരോ ഹോസ്റ്റിനെ ചൂസ് ചെയ്ത് അവരെ തിന്മയിലൊക്കെ കൊണ്ടുവരും. അതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി. മെയിനായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സേനിയാക്ക് എന്ന മൂവിയുടെ പോസ്റ്റർ താഴെ നമ്മുടെ ഗുഡ്മാൻ പ്രൊഡക്ഷൻസ് നേടിയിട്ടുണ്ട്. സോ ഗൈസ്, ഗുഡ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർട്ടിൻ ഗുഡ്മാനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവൽ കമ്പനിയുടെ ഓണർ എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഫൗണ്ടർ എന്ന നിലയിലൊരാളാവാം. എന്ന് പറഞ്ഞുകൊണ്ട് മാർവലിനെ ഇപ്പം ഓണർ ചെയ്യുന്ന കറണ്ട് കമ്പനി ഡിസ്നിയാണ്. എന്തായാലും നമ്മുടെ മുമ്പ് വന്ന നമ്മുടെ സെറ്റ് പിക്സിൽ നമ്മൾ കണ്ടത് നമ്മുടെ ലോക്കി എന്നാണ് പ്രിസണിലിരിക്കുന്ന ഫസ്റ്റ് ലുക്ക്. അത് ഏതൊരു ലോക്കിയുടെ TV സീരീസിലെ ക്യാമറമാൻ ലീക്കാക്കിയതാണ്, പുള്ളിക്കാരനെ അബദ്ധം പറ്റിയതാണ്. രണ്ടാമത് നമ്മുടെ ഓവൻ വിൽസൺ നമ്മുടെ AKA മോബിയസ് റോക്കിയെ പിന്തുടർന്ന് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലോക്കി ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടറിനെ ആയിരിക്കാം. ഈവൻ എന്തായാലും ഒന്നെങ്കിൽ നമ്മുടെ ലോക്കിയെ തേടിയായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ലോക്കി സിൽവിയെ തേടിയായിരിക്കും ലണ്ടനിൽ വന്നത്. കറക്റ്റ് കാര്യം നമുക്കറിയത്തില്ല. ഈ ഒരു ലീക്ക്ഡ് വീഡിയോയിൽ നമ്മുടെ ക്വീൻ എലിസബത്തിനെ കാണിക്കുന്നത്. സോ ഗൈസ്, എന്തുമാത്രം നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് വേറൊരു ടൈം ലൈൻ ആയിരിക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ലൈൻ 1970s സൂപ്പർ ഹീറോസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഉണ്ടാവും, അറിയത്തില്ല. ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കി എങ്ങനെ നമ്മുടെ മൂവീസിനെ കൺവിൻസ് ചെയ്തു. ഒന്നെങ്കിൽ നമ്മുടെ മൂവീസ് ഇപ്പം പഴയ മൂവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ TVയിലെ ഫുൾ മൈൻഡ് വൈപ്പായ ശേഷം മൂവീസിനെ കൺവിൻസ് ചെയ്തതാണ് ലോക്കി. അല്ലാതെ മൂവീസ് ഒരിക്കലും ലോക്കിയുടെ സ്ഥലത്ത് വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ലോക്കിയെ തേടാനായിരിക്കും, ലോക്കിയെ പിടിക്കാനായിരിക്കും ചിലപ്പോൾ മൂവീസ് വന്നവിടെ. അടുത്തൊരു മൂവി പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ റേഞ്ചർ എന്നൊരു ക്യാരക്ടറിൻ്റെ ഒരു മൂവി പോസ്റ്റർ ഉണ്ട്. സോ ഗൈസ്, ഇതൊരു മാർവൽ കോമിക്സുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഒരു ഫണ്ണിയായ സൂപ്പർ ഹീറോയാണ്. ഈ ഒരു പുള്ളിക്കാരന് പവർ കിട്ടണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സാധാരണ ഒരു മെക്കാനിക്കാണ്, മൊബൈൽ റിപ്പയർ കടയുള്ള ആളാണ്. അവിടെ ആ ഒരു ഏലിയൻ ടെക്നോളജി ഉള്ള ഒരു ഫോൺ റിപ്പയർ ചെയ്യാൻ നോക്കുകയും അതുമൂലമാണ് ഫോൺ റേഞ്ചർ എന്നൊരു സൂപ്പർ ഹീറോ ആയിട്ട് ഫണ്ണി ക്യാരക്ടറാണ്. കോമിക്സ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു മൂവി ആയിട്ട് പോസ്റ്റർ റെഫറൻസ് കൊടുത്തതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സെറ്റ് വീഡിയോസിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സിൽവി എന്നൊരു ക്യാരക്ടറിനെ കണ്ടിട്ടില്ല. സോ ഗൈസ്, എന്തായാലും സിൽവി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അത് നമ്മുടെ ലോക്കി ആക്ടർ ടോം ഇഡൽസൺ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സീസൺ 1 എല്ലാ ക്യാരക്ടേഴ്സും സീസൺ 2 അപ്പിയറൻസ് നടത്തും. ഈവൻ സിൽവി ഇല്ലെങ്കിൽ ഒരു കഥ നേരെ നടക്കത്തില്ല. എന്തായാലും സിൽവി എന്ന് കാണും. നമുക്കങ്ങനെ പ്രതീക്ഷയുണ്ട്. നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സോ ഗൈസ്, വീഡിയോ അവസാനിക്കുന്ന ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനലിൽ സീക്രട്ട് എംപയർ കോമിക് സീരീസിൻ്റെ ഇഷ്യൂ 5 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, അത് നമ്മൾ നിർത്തി വയ്ക്കാൻ കാരണം നമുക്ക് കുറച്ച് എക്സാംസിൻ്റെ തിരക്കുണ്ടായാണ് ഇപ്പോൾ നിർത്തി വെച്ചത്. ഇപ്പോൾ എക്സാംസ് ഒക്കെ തീർന്നു. ഇനി വരും ദിവസങ്ങൾ ആ ഒരു കോമിക് സീരീസ് സ്റ്റാർട്ടാവുന്നതാണ്. സോ ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് കോമിക് സീരീസാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ സീക്രട്ട് എംപയർ കോമിക് സീരീസിൻ്റെ ഇഷ്യൂ 5 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, വരും ദിവസങ്ങൾ ബാക്കി ഇഷ്യൂകൾ വരുന്നതാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ കയറി ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഗൈസ്, അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യും.